ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 1.5 ഇഞ്ചിന്റെ കട്ടറാണ് കേട്ടോ അതിന് യൂസ് ചെയ്യണത്. നല്ല ക്വാളിറ്റി ഉള്ള കട്ടറാണ്. ഈ ഫോം ഷീറ്റോ കട്ടറോ ഇതിന്റെ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 0.8 mm തിക്നെസ് വരുന്ന ഐവറി കളറാണ് ജാസ്മിൻ ഫ്ലവറിന് യൂസ് ചെയ്യുക. അതിന്റെ സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടി 0.8 mm വരുന്ന ഒലിവ് ഗ്രീൻ ഫോം ഷീറ്റും ആണ് കേട്ടോ യൂസ് ചെയ്യുക. പിന്നെ B7000 ഗ്ലൂവും പിന്നെ ത്രെഡും ആണ് ടോട്ടലി നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കാൻ നോക്കാട്ടോ. ഐവറി കളർ ഫോം ഷീറ്റ് എടുത്തിട്ട് കട്ടർ ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റും, കട്ടായിട്ട് പോവില്ല. അങ്ങനെ നമുക്ക് ഈ സൈസിലുള്ള ഒരു ഫോം ഷീറ്റിൽ നിന്ന് ഒരു 65-70 ഉള്ളിൽ ഫ്ലവേഴ്സ് കിട്ടും. അത് പിന്നെ നമ്മൾ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് സെന്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ശ്രിങ്കായി നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ വരും കേട്ടോ. ഇതിൽ നമ്മൾ സ്റ്റെം ഒട്ടിക്കുകയാണെങ്കിൽ അത് സിംഗിൾ ലെയർ ആണ്. ഇപ്പൊ നമ്മൾ ഡബിൾ ലെയർ ആണ് ചെയ്യുന്നത്. അതിന് അടുത്ത ഫ്ലവർ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ജാസ്മിൻ ഫ്ലവറിന് കിട്ടിയിട്ടാ. ഇത് ശരിക്കും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഷേപ്പ് തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റെം ഉണ്ടാക്കാൻ 2-3 മെത്തേഡ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ 1.5 സെന്റിമീറ്റർ കട്ട് ചെയ്തിട്ട് നമ്മളത് ജസ്റ്റ് ചുരുട്ടിയിട്ട് ഗമ്മ് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഫുള്ള് ഗമ്മ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നല്ലൊരു ശരിക്കും അതിന്റെ ഷേപ്പിലാക്കി നമുക്ക് എടുക്കാം. 2 ഫ്ലവർ ഒരുമിച്ച് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കെട്ടാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഒരു ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കെട്ടേണ്ടി വരും. അപ്പൊ ഇത് ഇങ്ങനെയാണ് കൂടുതൽ നല്ലത്. പല രീതിയിൽ നമുക്ക് ഇത് കെട്ടിയെടുക്കാം. ക്ലോസ് ആയിട്ടും ക്ലോസ് അല്ലാതെയും നല്ല കട്ടയായിട്ടും ഒക്കെ കെട്ടിയെടുക്കാം. ഈ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഗ്യാപ്പും ഇല്ല, എന്നാൽ അധികം കട്ടയും അല്ലാത്തൊരു രീതിയാണ്. ആദ്യം നൂല് ബാക്കിലോട്ട് കെട്ടിയിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ലൂപ്പ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ കെട്ടുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ ഐറ്റംസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.